വേൾഡ് ബാങ്ക് പരിശോധനയുടെയും അന്വേഷണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പുറത്തിറക്കിയിട്ടുള്ള കണക്കാണ്. മാത്രമല്ല, ഈ വേൾഡ് ബാങ്കിൻ്റെ ഈ റിപ്പോർട്ട് തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിൽ ദാരിദ്ര്യവിമുക്തമായവരുടെ എണ്ണം 2,77,000 പേർ മാത്രമാണ് എന്ന് ഈ വേൾഡ് ബാങ്കിൻ്റെ റിപ്പോർട്ട് തന്നെ പറയുന്നത് കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ കണക്കാണ്. അപ്പോൾ 10 കൊല്ലക്കാലം 2,77,000 പേർ ദാരിദ്ര്യവിമുക്തമാക്കി. അതിനുശേഷം കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ നിയമസഭയിൽ 6 ലക്ഷം പേർ ഇനിയുമുണ്ട് എന്ന് സർക്കാർ കണക്ക് പറയുന്നു. എന്നിട്ട് ഒരു മാസം കൊണ്ട് ഇതെല്ലാം തേച്ചുമാച്ച് കേരളം ദാരിദ്ര്യവിമുക്തമാണ് എന്ന് പറയുന്നതിൻ്റെ പൊള്ളത്തരം ജനം തിരിച്ചറിയും. ഇത് ശുദ്ധ തട്ടിപ്പാണ്. ഈ തട്ടിപ്പ് തിരിച്ചറിയാൻ തയ്യാറാവണം. എം വി രാജേഷ് ചോദിക്കുന്നത് കേട്ടു ഇന്നലെ, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ എന്തുകൊണ്ടാണ് ഇത് കൈവരിക്കാത്തത്? മറ്റ് സംസ്ഥാനങ്ങളൊന്നും ഈ തട്ടിപ്പ് നടത്തുന്നില്ല. നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് ഉത്തർപ്രദേശിൽ 6 കോടി ആളുകളാണ് ദാരിദ്ര്യവിമുക്തമായിട്ടുള്ളത്. 6 കോടി എന്ന് പറഞ്ഞാൽ എം വി രാജേഷ് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ ഇരട്ടിയാണ്. കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ ഇരട്ടിയിലധികം വരുന്ന ആളുകളെ, 6 കോടി ആളുകളെ ദാരിദ്ര്യവിമുക്തമാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതുകൊണ്ട് ഉത്തർപ്രദേശിൽ പോയി അവിടെ എങ്ങനെയാണ് ഈ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് എന്ന് എം വി രാജേഷ് അന്വേഷിച്ച് കണ്ടു പഠിക്കട്ടെ. അതല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറയുകയല്ല ചെയ്തത്. അതുകൊണ്ട് ഈ തട്ടിപ്പ് ജനങ്ങൾ തിരിച്ചറിയും. ജനങ്ങളെ ഇങ്ങനെ മണ്ടന്മാരാക്കരുത്. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ മറ്റെന്തെങ്കിലും സൂത്രപ്പണികൾ ആലോചിക്കുക എന്നല്ലാതെ ജനങ്ങളെ മണ്ടന്മാരാക്കി തട്ടിപ്പ് പ്രഖ്യാപനം നടത്തി തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്നുള്ള സർക്കാരിൻ്റെ വ്യാമോഹം മാത്രമാണ്. കേരളത്തിലെ ജനം ഇത് തിരിച്ചറിയും. ഈ ശുദ്ധ തട്ടിപ്പെതിരായിട്ട് വ്യാപകമായിട്ടുള്ള പ്രചരണത്തിന്, ഡാറ്റ നിരത്തിക്കൊണ്ട്, വസ്തുതകൾ നിരത്തിക്കൊണ്ടുള്ള പ്രചരണത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കും. അല്ല, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണല്ലോ സൗജന്യ റേഷൻ കൊടുക്കുന്നത്. കേരളത്തിൽ ദാരിദ്ര്യമൊന്നുമില്ല, പിന്നെ സൗജന്യ റേഷൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. സർക്കാർ അങ്ങനെയാണല്ലോ അവകാശപ്പെടുന്നത്. ഇവിടെ തട്ടിപ്പ് കണക്ക് നോക്കിയിട്ടാലും കേന്ദ്ര സർക്കാരിന് ആനുകൂല്യം വെട്ടിക്കൊടുക്കില്ല. കാരണം കേന്ദ്ര സർക്കാരിന് മുമ്പാകെ നീതി ആയോഗിൻ്റെ കണക്കുണ്ട്. നമ്മൾ ഔദ്യോഗികം അംഗീകരിക്കുന്ന നീതി ആയോഗിൻ്റെ കണക്കാണ്. നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് ഇപ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾ അതിദാരിദ്ര്യത്തിൽ കഴിയുന്നവരാണ്. വീടില്ലാത്ത 10,000-കണക്കിന് ആളുകൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. ഒരു തുണ്ട് ഭൂമിയില്ലാത്ത 10 ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. ഇതെല്ലാം നീതി ആയോഗിൻ്റെ മുമ്പുള്ള കണക്കിലാണ്. ആ കണക്കനുസരിച്ചാണ് അവർ ആനുകൂല്യം പ്രഖ്യാപിക്കുക. പക്ഷേ സർക്കാർ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ വ്യാജമായിട്ടുള്ള അവകാശവാദം ഉന്നയിച്ചാൽ കേരളത്തിന് കിട്ടേണ്ട അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നവർ മനസ്സിലാക്കിയാൽ നല്ലതാണ്. അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാൻ കാണിച്ചില്ല. മാത്രമല്ല അവിടുത്തെ സഹകരണ ബാങ്കിലടക്കം ബിജെപിയുടെ നേതാക്കൾക്കും പ്രവർത്തകരുമാണ് അവിടുന്ന് കൂടുതൽ പണം എടുത്തിരിക്കുന്നത്. അവരൊക്കെ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ട് അവരൊന്നും അടച്ചിട്ടില്ല. അതൊക്കെയാണ് ഈ മരണത്തിലേക്ക് നയിച്ചതടക്കമുള്ള കാര്യങ്ങളാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. എന്താണ് അതിൽ പറഞ്ഞുള്ളത് എനിക്കറിയില്ല. പക്ഷേ അനിൽകുമാറിൻ്റെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ ആദ്യത്തെ അന്വേഷണത്തിൽ അദ്ദേഹത്തിൻ്റെ ബാങ്കിൽ നിന്ന് തിരുവനന്തപുരത്തെ ഒരറിയപ്പെടുന്ന BJP നേതാവും ഒരു ലോണും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അവിടുത്തെ എല്ലാ റെക്കോർഡുകളും ക്രൈംബ്രാഞ്ച് കൊണ്ടുപോയിട്ടുണ്ട്. അവർ വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ BJPയുടെ പ്രമുഖരായിട്ടുള്ള ആളുകൾ BJPയുടെ ലാബിൽ ആരും ലോൺ എടുത്തിട്ടില്ല. ലോൺ എടുക്കുന്ന ആളുകൾ തിരിച്ചടക്കാത്തതുകൊണ്ടാണല്ലോ ബാങ്ക് നഷ്ടമാകുന്നത്. വസ്തുതയാണ്. ലോൺ എടുത്താൽ തിരിച്ചടക്കണം. തിരിച്ചടക്കാത്ത ആളുകളെ നിയമപരമായിട്ട് തിരിച്ചടപ്പിക്കാൻ ആവശ്യമായ നടപടിയിലേക്ക് ബാങ്ക് അധികാരികൾ തയ്യാറാവണം. ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ആളുകൾ തിരിച്ചടക്കുന്നില്ലെങ്കിൽ അതിൽ കോടതിയിൽ പോയി ജപ്തി നടപടികളുമായിട്ടാണ് പോകേണ്ടത്. അത് ചെയ്യേണ്ടതാണ്. ആരായാലും, ഏത് പാർട്ടിയായാലും, BJP ആയാലും കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും, ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ അവർക്ക് രാഷ്ട്രീയ കവചം ആവശ്യമില്ല. ആ ലോൺ എടുക്കാൻ തിരിച്ചടക്കാൻ വേണ്ടിയിട്ടാണ്. തിരിച്ചടച്ചാൽ മാത്രമേ ആ ബാങ്കിന് മറ്റുള്ള ആൾക്കാർക്ക് ലോൺ കൊടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് BJP നേതാക്കന്മാർക്ക് ഇക്കാര്യത്തിൽ റോളൊന്നുമില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത്.